പ്രമേഹവും ദന്തസംരക്ഷണവും. ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഡെന്റിസ്റ്റിനെ കാണുമ്പോൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന കംപ്ലയിൻസ് ആണ്: എന്ത് കഴിച്ചാലും മോണയുടെ ഇടയിൽ ഭക്ഷണം കുടുങ്ങി കിടക്കുന്നു, വേറൊന്ന് പല്ലുകൾ കേടൊന്നും ഇല്ലാതെ തന്നെ ഇളകിപ്പോകുന്നു. എന്തായിരിക്കാം കാരണം? ഇതിനുള്ള കാരണം മോണരോഗമാണ്. ഡയബറ്റീസിൻ്റെ 5ാമത്തെ കോംപ്ലിക്കേഷനാണ് മോണരോഗം. വളരെ കൃത്യമായ പരിപാലനത്തിലൂടെ നമുക്കിത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താവുന്നേ ഉള്ളൂ. ആദ്യത്തെ കാര്യം, ഭക്ഷണം ആദ്യം ചെറിയ രീതിയിലാണ് മോണയുടെ ഇടയിൽ കുടുങ്ങുന്നത്. അപ്പോൾ ടൂത്ത് പിക്കോ സേഫ്റ്റി പിന്നോ പോലുള്ള ഷാർപ്പായ ഒബ്ജക്ട്സ് കൊണ്ട് നമ്മൾ കുത്തിക്കളയുകയാണെങ്കിൽ ആ പോക്കറ്റ് ഡീപ്പൻ ചെയ്യുകയും പിന്നീട് കൂടുതൽ ഭക്ഷണം അവിടെ കയറിയിരിക്കുകയും ചെയ്യും. സോ ഒരിക്കലും ഷാർപ്പായ ഒബ്ജക്ട്സ് ഒന്നും വെച്ച് മോണ കുത്തരുത്. അതിന് ഇൻ്റർഡെൻ്റൽ ബ്രഷോ വാട്ടർ ഫ്ലോസോ ഡെൻ്റൽ ഫ്ലോസോ എല്ലാം അവൈലബിൾ ആണ്. ഇനി 2ാമത്തെ കാര്യം, പല്ലിൽ ചെറിയ കേടുകൾ തുടങ്ങുമ്പോൾ തന്നെ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് മോണയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് പല്ലിൻ്റെ മജ്ജയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും അത് നമ്മുടെ രക്തക്കുഴലിലെ അണുക്കളെ വർദ്ധിപ്പിക്കുകയും ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. സോ ഡയബറ്റിക് പേഷ്യൻസ് നിർബന്ധമായും 6 മാസം തൊട്ട് 1 വർഷത്തിനൊരിക്കൽ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യേണ്ടതാണ്.